രക്ഷാപ്രവർത്തനം വിഫലമായി. പുത്തൂർ മാന്നാമംഗലം വെള്ളക്കാരിത്തടുത്ത് കിണറ്റിൽ വീണ് ചെരിഞ്ഞ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കരയിലെത്തിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് കാട്ടാനയെ പുറത്തെത്തിച്ചത്. ചൊവ്വാഴ്ച വെളുപ്പിന് 1 മണിക്കായിരുന്നു സംഭവം. ആനയെ കരയ്ക്ക് കയറ്റാൻ ശ്രമം തുടരുന്നതിനിടെയാണ് ചെരിഞ്ഞത്. കിണറിന് സമീപത്തെ മണ്ണിടിച്ച് വഴിയൊരുക്കിയാണ് ആനയെ കരയിലെത്തിച്ചത്. പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെ എല്ലാവരും പേടിച്ചാണ്. ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്തവർക്ക് കൂടി ജീവിക്കണമല്ലോ. അപ്പോൾ ഭയങ്കര വിഷമത്തിന് ബുദ്ധിമുട്ടിലാണ് ജീവിതം കാര്യങ്ങളൊക്കെ. ഒരു നിത്യേനുള്ള സംഭവം തന്നെയാണ് ആന വരും. എല്ലാ മൃഗങ്ങളും ഇങ്ങനെ വന്നുണ്ട്. പക്ഷേ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കണ്ട് വിളിച്ചാൽ വരും. ഇന്നലെ തന്നെ രാത്രി 12 മണിക്കൂടെ ഉണ്ടായത്. 1 മണിയായപ്പോഴത്തേക്ക് അവർ വന്നു കാര്യങ്ങളൊക്കെ വേണ്ടല്ലാക്കി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ ഈ പൈപ്പിലേക്ക് ഇറങ്ങിപ്പോയ പോലെ ഇങ്ങനെ ടൈറ്റിൽ ഇറങ്ങിപ്പോയാൽ ആനയ്ക്ക് അനങ്ങനെ ചെയ്യാൻ പറ്റാനുള്ള അപ്പൊ അങ്ങനെയുള്ള ശ്വാസം മുട്ടിനെങ്കിലും വരച്ചെങ്ങനെ തോന്നുന്നു. ഇതിപ്പോ ഇവിടെ ചക്ക തന്നെ ഒന്നായിരിക്കണം. ഇവിടെ തൊട്ട് പ്ലാവുകളുണ്ട്. ഒരു പ്ലാവ് 2 പ്ലാവൊക്കെ അത്യാവശ്യം ചക്കയ്ക്ക് വേണ്ടി മാത്രം നിർത്തണം, അല്ലാണ്ടൊക്കെ മുറിച്ച് കളയും. അപ്പൊ അങ്ങനെ പ്ലാവിൽ ആ വീട്ടുകാർക്ക് വേണ്ടി 2 ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക ഇന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനക്കം കേട്ടിട്ട് വേഗം ലൈറ്റ് കിട്ടുക വീട്ടുകാർ. അപ്പൊ ഞാൻ എങ്ങനെയായിട്ട് കറങ്ങി തിരിഞ്ഞ് പുറകോട്ട് വന്നപ്പോ ഈ കിണറുകാർ ആനക്കറിയില്ല. ആന ഊരെ കുത്തി ഇങ്ങനെ ഇറങ്ങിപ്പോയി താഴത്തേക്ക്. അപ്പൊ ഉണ്ടാക്കുന്ന സംഭവമാണ്. കിണറിന് സമീപത്തെ പ്ലാവിൽ നിന്നും ചക്ക കഴിക്കാൻ വന്നതായിരുന്നു കാട്ടാന. ആന പതിവായി ഇവിടെ ചക്ക കഴിക്കാൻ എത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്.